ടാലി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ടാലി ERP. ഇത് ഒരു എഡ്യൂക്കേഷണൽ വേർഷനാണ്. ഇത് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനും, അതായത് അക്കൗണ്ടൻസി അറിയാവുന്നവർക്കും അറിയാത്തവർക്കും പഠിച്ചെടുക്കാവുന്നതാണ്. സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടാലി ERP 9 നമുക്ക് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ഐക്കൺ ഇവിടെ ഡെസ്ക്ടോപ്പിലുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എഡ്യൂക്കേഷണൽ മോഡാണോ, പിന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് ക്ലിക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ അതിൽ സിംഗിൾ യൂസർ ഉണ്ട്, സിൽവർ എഡിഷൻ, മൾട്ടി യൂസർ ഉണ്ട്. അതിൽ സിംഗിൾ യൂസർ ക്ലിക്ക് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വിൻഡോ കിട്ടും. ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള ഈ വിൻഡോ കിട്ടും. ഗേറ്റ് വേ ഓഫ് ടാലി, ഇതാണ് ടാലിയുടെ മെയിൻ വിൻഡോ എന്ന് പറയുന്നത്. ഇവിടെ നിന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിൽ നിന്നിട്ട് നമുക്ക് വേറെ ഏത് ഓപ്ഷനിലേക്ക് വേണമെങ്കിലും പോകാം. അതായത് ലെഡ്ജർ ക്രിയേഷൻ വിൻഡോയിലേക്ക് പോകാം, ഇൻവെൻട്രി ക്രിയേഷൻ വിൻഡോയിലേക്ക് പോകാം, വൗച്ചർ എൻട്രി ക്രിയേഷൻ വിൻഡോയിലേക്ക് പോകാം. ദെൻ മെയിൻ ആയിട്ടുള്ള നമ്മുടെ റിപ്പോർട്ട്സ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് സമ്മറി, ഇതിലേക്കെല്ലാം പോകണം എന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിൽ വന്നിട്ട് വേണം പോകാൻ. അതുപോലെ കമ്പനി ഇൻഫർമേഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിലും ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ടായിരിക്കും നമ്മൾ കമ്പനി ഇൻഫർമേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നത്. ദെൻ ടാലിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേഷനാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനിയുടെ പേരിൽ ഇപ്പോൾ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ ഫസ്റ്റ് ഒരു ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ടാലിയിൽ ചെയ്യുമ്പോഴും നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് കമ്പനി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നിട്ട് ഒന്നുകിൽ Alt F3 പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് കമ്പനി ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. കമ്പനി ഇൻഫോ, ഒന്നുകിൽ Alt F3 അല്ലെങ്കിൽ കമ്പനി ഇൻഫോ, CMP ഇൻഫോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് കമ്പനി ഇൻഫർമേഷൻ വിൻഡോയിലേക്ക് പോകാം, അല്ലെങ്കിൽ Alt F3 പ്രസ് ചെയ്താലും കമ്പനി ഇൻഫോ എന്നുള്ള ക്രിയേറ്റ് കമ്പനി അല്ലെങ്കിൽ കമ്പനി ഇൻഫർമേഷൻ എന്നുള്ള ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കമ്പനി ഇൻഫർമേഷനിലേക്ക് വന്നു. കമ്പനി ഇൻഫർമേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ സെലക്ട് കമ്പനി ഉണ്ട്, ദെൻ ഷട്ട് കമ്പനി ഉണ്ട്, ക്രിയേറ്റ് കമ്പനി ഉണ്ട്, ഓൾട്ടർ ഉണ്ട്, പിന്നെ ചേഞ്ച് ടാലി വോൾട്ട് ഉണ്ട്, സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ ഉണ്ട്, ബാക്കപ്പ് ഉണ്ട്, റീസ്റ്റോർ ഉണ്ട്, ക്വിറ്റ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടാലിയിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടാലി ഈസ് ക്രിയേറ്റ് കമ്പനി. ഫസ്റ്റ് വി ക്രിയേറ്റ് എ കമ്പനി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് കമ്പനി ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ദെൻ എൻട്രി ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ C പ്രസ് ചെയ്താലും മതി. നമ്മുടെ കീബോർഡിൽ C ഈ വിൻഡോയിൽ വന്നിട്ട് കമ്പനി ഇൻഫോ വിൻഡോയിൽ വന്നിട്ട് ഒന്നുകിൽ C പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് കമ്പനി ഓപ്ഷൻ എൻട്രി ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് എൻട്രി അടിച്ചാൽ മതി. എൻട്രി അടിക്കുമ്പോൾ നമുക്ക് കമ്പനി ക്രിയേഷൻ വിൻഡോ കിട്ടും. കമ്പനി ക്രിയേഷൻ വിൻഡോ കാണിച്ചു തരാം. ഇതിലിങ്ങനെയാണ് ഈ കമ്പനി ക്രിയേഷൻ വിൻഡോ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കമ്പനി ക്രിയേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഡയറക്ടറിയാണ്. ഏത് ഡയറക്ടറിയിലാണ് ഈ കമ്പനി സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൽ സിയിൽ യൂസേഴ്സിൽ വേറൊരു ഫോൾഡറിലാണ് നമ്മുടെ ഈ ടാലി ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിലായിരിക്കും നമ്മുടെ ഈ ഡാറ്റ സ്റ്റോർ ആവുന്നത്. ഈ ടാലിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഡാറ്റ സ്റ്റോർ ആവുന്ന ഏത് ഡയറക്ടറിയിലാണ്, ഏത് ഡ്രൈവിലാണ് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ.
ദെൻ സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേരെന്താണെന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ABC ആൻഡ് കമ്പനി എന്ന് നെയിം ചെയ്തു. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് കമ്പനി നെയിമാണ്. ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് മെയിലിംഗ് നെയിമാണ്. കമ്പനിയുടെ മെയിലിംഗ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. കമ്പനിയുടെ അഡ്രസ്സ്, ഇപ്പോൾ ABC ആൻഡ് കമ്പനി, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അതായത് അഡ്രസ്സ് എന്താണ്. അഡ്രസ്സ് ഇപ്പം ഞാൻ വെറുതെ എറണാകുളം കൊടുത്തു. അതിൻ്റെ കറക്റ്റ് അഡ്രസ്സ് എന്താണ് അത് കൊടുക്കുക, അതായത് മെയിലിംഗ് ഡീറ്റെയിൽസ്. ദെൻ കൺട്രി ഏതാണെന്ന് കൊടുക്കുക. നമ്മൾ ഇന്ത്യ ആണ്, ഇന്ത്യ കൊടുത്തു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ കൺട്രീസ്, ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഡിസ്പ്ലേ ചെയ്യും. അതിൽ നിന്ന് എനിക്ക് വേണ്ടത് ഇന്ത്യ ആണ്. അപ്പോൾ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. ദെൻ എൻട്രി ചെയ്തു. ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് എൻട്രി ചെയ്തു. സോ അവിടെ കൺട്രി എന്നുള്ള ആ സ്പേസിൽ ഇന്ത്യ എന്ന് വന്നു. ദെൻ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കേരള കൊടുത്തു. ദെൻ പിൻകോഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിൻകോഡ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ കോൺടാക്ട് ഡീറ്റെയിൽസ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ് നമ്പർ, ഇമെയിൽ, ദെൻ വെബ്സൈറ്റ് അഡ്രസ്, അതായത് കമ്പനി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ ഫ്രം. നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ ഫ്രം, ബുക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ്. നമ്മുടെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും ഫിനാൻഷ്യൽ ഇയറും ഏതാണ് കമ്പനിയുടെ അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. നോർമലി ഇന്ത്യൻ കമ്പനീസൊക്കെ ഫോളോ ചെയ്യുന്നത് April 1 തുടങ്ങി March 31 വരെയാണ് അവരുടെ അക്കൗണ്ടിങ് ഇയർ. അപ്പം ബുക്സ് ബിഗിൻ ചെയ്യുന്നതും ഫിനാൻഷ്യൽ ഇയറും എഴുതുന്നത് ഇവിടെ 14 ആയിരിക്കും. 14 ഇപ്പം 2017. ബുക്സ് ബിഗിനിങ് ഫ്രം സെയിം ഡേറ്റ് ആയിരിക്കും 1/4/2017. നെക്സ്റ്റ് ഓപ്ഷൻ സെക്യൂരിറ്റി കൺട്രോൾ. നമുക്കിവിടെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ പാസ്വേഡ് നമുക്ക് എൻട്രി ചെയ്യാം. ഈ കൊടുക്കുന്ന പാസ്വേഡ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, എന്നാലും നമുക്ക് ആ കമ്പനിയെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് അതിൽ വീണ്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടേ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മ വേണം. കൊടുക്കുന്ന പാസ്വേഡിനെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ. കുറച്ചുകൂടി സെക്യൂരിറ്റി കൊടുക്കണം നമ്മുടെ കമ്പനിക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ഇവിടെ ഞാനിവിടെ സെക്യൂരിറ്റി കൺട്രോൾ നോ തന്നെയാണ് കൊടുക്കുന്നത്. സപ്പോസ് ഇവിടെ ഞാനിവിടെ എസ് കൊടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2 പാസ്വേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ നോ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ബേസ് കറൻസി സിമ്പൽ. അടുത്തത് ചോദിക്കുന്നത് കറൻസി സിമ്പൽ. ഇപ്പം റുപ്പീസിലാണെങ്കിൽ റുപ്പീസിൻ്റെ സിമ്പലാണ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഡോളറിലോ വേറെ ഏതെങ്കിലും കറൻസിയിലാണെങ്കിൽ അതിൻ്റെ സിമ്പൽ ഇവിടെ എൻട്രി ചെയ്യുക. ദെൻ അതിൻ്റെ ഫോമൽ നെയിം. ഇപ്പോൾ റുപ്പീസിലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് INR എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോളേഴ്സിലാണെങ്കിൽ ഡോളറിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഡോളറിൻ്റെ സിമ്പൽ കൊടുക്കുക, ഫോമൽ നെയിം ഡോളറിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തത് ചോദിക്കുന്നത് ഈസ് സിമ്പൽ സഫിക്സ്ഡ് ടു എമൗണ്ട്സ്. സിമ്പൽ സഫിക്സ് ചെയ്യണോ? ചില കറൻസി സിമ്പൽ സഫിക്സ് ആയിരിക്കും ചെയ്യുന്നത്, ചില സിമ്പൽ പ്രിഫിക്സ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് ചില സിമ്പൽ ഇതിൻ്റെ എമൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്,
ചില സിമ്പിൾ നമ്മൾ കൊടുക്കുന്നത് എമൗണ്ടിന് മുമ്പായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കുന്നത് ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ. സിമ്പിളും എമൗണ്ടിൻ്റെ ഇടയ്ക്ക് സ്പേസ് വേണം എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എസ് ആയിരിക്കും, സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ട്. ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ നോ കൊടുത്തേക്കുക. അടുത്ത ഓപ്ഷൻ ഷോ എമൗണ്ട് ഇൻ മില്യൺസ്. നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ഒന്നും മില്യൺസിൽ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അങ്ങനെ മില്യൺസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പുറത്ത് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മില്യൺസിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷോ എമൗണ്ട് ഇൻ മില്യൺസ് എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തേക്കാം. ഇപ്പോൾ ഇവിടെ നോയാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. ഡെസിമൽ പ്ലേസ് എത്ര വേണമെന്നാണ്. ഇപ്പോൾ ഇവിടെ 2 ആണ്, ഓട്ടോമാറ്റിക്കായിട്ട് 2 ആണ് വന്നിരിക്കുന്നത്. 2ൻ്റെ എബവ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 00 അല്ലെങ്കിൽ 0.25 അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ 3 ഒക്കെ അങ്ങനെ നോർമലി വരാറില്ല. സാധാരണ ഡിഫോൾട്ടായിട്ട് ഡെസിമൽ പ്ലേസ് വരുന്നത് 2 ആയിരിക്കും, 2 തന്നെയായിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ, നെക്സ്റ്റ് ചോദിക്കുന്നത് വേർഡ് യൂസ്ഡ് ടു പ്രിൻറ്റ് ഡെസിമൽ പോർഷൻ ഓഫ് എമൗണ്ട്. വേർഡ് വന്നിരിക്കുന്നത് ഇവിടെ പൈസ എന്നാണ്. നമ്മുടെ ഡെസിമൽ വരുന്നത് പൈസയായിട്ടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ റുപ്പി ആയതുകൊണ്ട് പൈസ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ദെൻ ഡെസിമൽ പ്ലേസസ് ഫോർ പ്രിൻറ്റിങ് എമൗണ്ട് ഇൻ വേർഡ്സ്, അതും ഡെസിമൽ പ്ലേസ് 2 ആണ്. അതും ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പനിയിലെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുത്തു. കമ്പനിയുടെ നെയിം കൊടുത്തു, കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തു, കമ്പനി ഏത് കൺട്രിയിലാണെന്ന് കൊടുത്തു, കമ്പനിയുടെ ഡീറ്റെയിൽസ് ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ് അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം കൊടുത്തു. ദെൻ ബുക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൊടുത്തു, ഫിനാൻഷ്യൽ ഇയർ കൊടുത്തു, പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഏത് കറൻസി സിമ്പിളാണ് യൂസ് ചെയ്യുന്നത് അത് കൊടുത്തു, അതിൻ്റെ ഫോമൽ നെയിം കൊടുത്തു. ദെൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും എൻട്രി ചെയ്യുക. ലാസ്റ്റ് ഇതിൽ വന്നിട്ട് നമ്മൾ വീണ്ടും എൻട്രി ചെയ്യുമ്പോൾ എന്ത് ചോദിക്കും? ഈ കമ്പനിയെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കും. അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എസ് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ എൻട്രി ചെയ്താലും മതി. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു, ABC ആൻഡ് കമ്പനി എന്നുള്ള കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ കമ്പനിയുടെ നെയിമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ABC ആൻഡ് കമ്പനി കാണിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ എഴുതിയിട്ടുണ്ട് നോ വൗച്ചേഴ്സ് എൻറ്റേർഡ്. നമ്മൾ വൗച്ചേഴ്സ് ഒന്നും എൻറ്റർ ചെയ്തിട്ടില്ല. അതുപോലെ റൈറ്റ് സൈഡിൽ ആ കമ്പനിയുടെ ഇൻഫർമേഷൻസ് കാണിക്കുന്നുണ്ട്. ആ കമ്പനി നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ആ കമ്പനി ഷട്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വേറെ കമ്പനി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ക്രിയേറ്റ് കമ്പനി, ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി. പിന്നെ വന്നിട്ട് വരുന്ന ഓപ്ഷനാണ് ഓൾട്ടർ. ഓൾട്ടർ എന്നുദ്ദേശിക്കുന്നത് കമ്പനിയിൽ, അതായത് കമ്പനി ഇൻഫർമേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ABC ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. അപ്പോൾ അതിൻ്റെ നമ്മളെന്തെങ്കിലും തെറ്റിപ്പോയി, നെയിം കൊടുത്തത് തെറ്റിപ്പോയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തത് തെറ്റിപ്പോയി, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഓൾട്ടർ ക്ലിക്ക് ചെയ്ത് എൻട്രി ചെയ്താൽ മതി, അല്ലെങ്കിൽ അവിടെ A പ്രസ് ചെയ്താൽ മതി കീബോർഡിൽ. ഇവിടെ ഇപ്പം 2 കമ്പനിയുണ്ട് ലിസ്റ്റിൽ, നോക്കുക. ഇപ്പോൾ ABC ആൻഡ് കമ്പനി ഉണ്ട്, വേറെ ഒരു XYZ കമ്പനി ഉണ്ട്. ഇപ്പോൾ എനിക്ക് ABC ആൻഡ് കമ്പനിയാണ് എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടത്, ചേഞ്ചസ് വരുത്തേണ്ടത്. അത് നമ്മൾ എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യുമ്പോൾ ഇതാണ് കമ്പനി ഓൾട്ടറേഷൻ്റെ വിൻഡോ. ഇത് കമ്പനി ഓൾട്ടറേഷൻ്റെ വിൻഡോയാണ്. ആ കമ്പനി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തപ്പം പാസ്വേഡ് കൊടുത്തില്ല, പിന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പാസ്വേഡ് എടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് കമ്പനി ഓൾട്ടർ വിൻഡോയിൽ വന്നിട്ട് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ കമ്പനിയുടെ ഓൾട്ടറേഷൻ വിൻഡോയിൽ വന്നിട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? എൻ്റർ അടിച്ച് അത് അക്സെപ്റ്റ് ചെയ്യണം. ലാസ്റ്റ് വന്നിട്ട് അക്സെപ്റ്റ് എസ് ഓർ നോ ചോദിക്കും. അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ കൊടുത്ത ചേഞ്ചസ് അതിൽ വരുള്ളൂ. നമ്മൾ വേർഡിൽ എക്സലിലൊക്കെ ചെയ്യുന്നത് എന്താ? സേവ് ചെയ്യും. കൂടെ എന്താ ചേഞ്ചസ് വരുത്തുന്നത് അതെല്ലാം നമ്മൾ സേവ് ചെയ്യാറാണ് പതിവ്. ഈ ടാലിയിൽ വരുമ്പോൾ ആ ചേഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് കമ്പനിയിൽ സേവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ.